അത് ഉറപ്പ്. അവൻ ഇതിന് ഇവിടുന്ന് എങ്ങോട്ട് പോയാലും ആ സഹോദരി എടുത്ത് പറഞ്ഞിട്ടല്ലാതെ അവൻ പോകത്തില്ല. അത് ഉറപ്പാണ്. ഈ ദൈവ സത്യമായിട്ട് ഈ ഇരിക്കും ഭൂമിയാണ് സത്യം. അത് ഉള്ളത് തന്നെയാണ്. ഈ മലദേവതയുടെ മുന്നിൽ വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അഞ്ചൽ ചണ്ണപ്പട്ട സ്വദേശി കലയേന്ദ്രന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് അഞ്ചൽ പോലീസ്. കഴിഞ്ഞ ദിവസം നാട്ടുകാർ വനമേഖലയിൽ നടത്തിയ പരിശോധനയിൽ ഉടുപ്പും തോർത്തും കണ്ടെത്തിയിരുന്നു. ഇവ കാണാതായ കലയേന്ദ്രന്റേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റേതെന്ന് കരുതുന്ന മുടിയും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയ കൈലി കലയേന്ദ്രന്റേതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഉടുപ്പും തോർത്തും കണ്ടെത്തിയ സ്ഥലത്ത് കൊല്ലത്തു നിന്നും എത്തിയ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. വനത്തിൽ നിന്നും ലഭിച്ച ഷർട്ടും തോർത്തും സംഘം വിശദമായി പരിശോധിച്ചു. കൂടുതൽ പരിശോധനകൾക്കായി ഇവ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം ഇന്നും നാട്ടുകാരും ബന്ധുക്കളും അടങ്ങുന്ന സംഘം വനമേഖലയിൽ വ്യാപകമായ തെരച്ചിലാണ് നടത്തിയത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘവും തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. കലയേന്ദ്രനെ അപായപ്പെടുത്തി എന്ന് തന്നെയാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ബന്ധുക്കൾ നാട്ടുവാർത്തയോട് പറഞ്ഞു. ഇപ്പൊ അവിടുന്ന് ഇവിടുന്ന് എല്ലാം നമുക്ക് 3 ഭാഗത്തായിട്ട് 3 സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് ഷർട്ട്, അവന്റെ ഷർട്ടാണ് ഉറപ്പായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന്റെ ഒരു തോർത്ത് കിട്ടി, അത് ഉറപ്പായി. പിന്നെ ഒരു കൈലി കൺഫേം ആയിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ കൈലി ഇയാൾക്ക് ഒത്തിരി കൈലികളുണ്ട്. അതിലൊരു കൈലി സഹോദരി പറയുന്ന ആ കൈലി പുള്ളിയുടെ അല്ലെന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ഇവൻ നിന്ന വീട്ടിൽ നിന്ന് ചിലപ്പോൾ ആ കൈലി കൊണ്ടുവരാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ ഇട്ടുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി നമുക്ക് തീർത്തും പറയാനൊക്കത്തില്ല. പിന്നെ കുറച്ച് മുടി കിട്ടിയിട്ടുണ്ട്. ആ മുടി അതും ഇങ്ങനെ കൺഫേം ആയിട്ടില്ല. അത് മുടി അവർക്ക് കസ്റ്റഡി ഇരിക്കുകയാണ്. അതെല്ലാം പരിശോധിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ റിപ്പോർട്ടുകളെല്ലാം പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ വന്ന് എല്ലാ കാര്യത്തിനും ഇടപെട്ടിട്ടുണ്ട്. അഞ്ചൽ പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി സംശയമുള്ള ചിലരെ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നാട്ടുവാർത്ത, അഞ്ചൽ.